ഇരിക്കണൊക്കെ പുലിയോല അവനുള്ള പടച്ചോനെ. മടിയില്ലായിരുന്നെങ്കിൽ വല്ല പണിക്കും പോവായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടി ക്ഷമിച്ചായിരുന്നു, അവനും പോയി. ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടു. ചാവാൻ പേടിയില്ലായിരുന്നെങ്കിൽ അതെങ്കിലും ചെയ്യുമായിരുന്നു. അതൊന്നും നടക്കൂല. ആത്മഹത്യ ചെയ്താലേ നീ നരയിക്കും. ഇപ്പൊ പിന്നെ സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തെ പറ്റി ഒരക്ഷരം നീ മിണ്ടി പോരുത്. എന്താടാ അവിടുത്തെ കാര്യം അങ്ങനെയൊക്കെടാ. ആകെ കുഴഞ്ഞു മറിഞ്ഞ് നടക്കണാണ്. നന്മ മരങ്ങൾ മുട്ടിയിട്ടേ നടക്കാൻ പറ്റണില്ല. ഇപ്പൊ അതുകൊണ്ട് പുതിയ തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് തീരുമാനം? സ്വർഗത്തിൽ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ എടുത്തേ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. നമ്പർ 1, മരിക്കണതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കാണ്ട് പോയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ 29 ദിവസത്തിനുള്ളിൽ അത് നേടിയെടുക്കണം. ഇല്ലെങ്കിൽ നരകത്തിൽ പോവും. നിനക്ക് അത് തന്നെ വേണോടാ. ഞാൻ മാത്രം എടുക്കണമെന്ന് അറിയിച്ചാ പോരല്ല, നീയും കുറച്ച് അനുഭവിക്ക്. ആ നീ ചിരിച്ചോട്ടോ. നരകത്തിൽ പോയാലേ ഒരിക്കലും എന്നെ പിന്നെ കാണാൻ പറ്റൂല. നരകത്തിലുള്ളവർക്കേ പുറത്തേക്ക് വരാനുള്ള അനുവാദമില്ല. മതില് പോലും ചാടി വരാൻ പറ്റൂല. ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയല്ലോ. എനിക്ക് ആകെയുള്ള ഒരു സമാധാനം നിന്റെ അടുത്ത് വരാൻ പറ്റണോ മാത്രോടാ. നിന്നെ കാണാതെ എനിക്കും പറ്റൂലടാ ഷാനു. ഞാൻ നരകത്തിലേക്ക് വീടൂലടാ. പറ ഷംസി, എന്താ നിന്റെ നടക്കാതെ പോയ ആഗ്രഹം? നടക്കാതെ പോയ ഒരാഗ്രഹം ഞാൻ പറയാം. അപ്പൊ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? പിന്നെ മനസ്സിലൊതുക്കി വെച്ചിരുന്ന സുന്ദരമായ കിനാക്കള്. നീ പൈങ്കിളി പറയാതെ കാര്യം പറയട ഉള്ളേ. പറയട്ടെ? നീ നമ്മളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന നാദിറാനെ ഓർമ്മയുണ്ടോ? ഏത്? നമ്മുടെ ഗുണ്ടകമൃത്തിന്റെ പെങ്ങളാ? വേണമെന്നുണ്ടായിരുന്നടാ. മയ്യത്തായിട്ട് നിന്റെ പൂതിക്കൊരു കുറവില്ലല്ലോ ഷംസി. അടുത്ത പണിയാണോ ഇത്? പണിയൊന്നുമില്ലടാ. പിന്നെ അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാതർക്കാട് കടയിൽ ചായക്ക് 5 രൂപയുള്ളപ്പോ പോയിരിക്കണേ. ഞാൻ ചായക്ക് 10 രൂപയായിട്ടും അവളോട് എന്റെ പ്രണയം പറയാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? 12 രൂപക്ക് ചായ മേടിച്ചു കൊടുക്കണം? വേറൊന്നും വേണ്ടടാ. ഷംസിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നെന്ന് അവളോട് ഒരു വട്ടം പറഞ്ഞാൽ മാത്രം മതി. അതെങ്ങനെ ഷംസി? അവളെ എവിടെയെന്ന് വെച്ചിട്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ അറിയാനാ? ചുമ്മത്തള്ളല്ലേ ഷംസി. അതൊക്കെ പറ്റൂടാ. നീ മരിച്ചു കഴിയുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. പണി വരുന്നുണ്ടവറാച്ചാന്ന് എന്റെ മനസ്സ് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിനക്കപ്പൊ ഇനി എന്നെ കാണണ്ടല്ലേ? ഓ, ഈ മുടിഞ്ഞ സെന്റിമെന്റ്സ് കാരണമാണ്. കൊല്ലടാ കൊല്ല്. ഷംസി ഇങ്ങനെ പാടാ. ദേ നിക്കണണ്ടാ ചുവന്ന നൈറ്റിയൊക്കെ ഇട്ടിട്ട്. അതാണ്ടാ എന്റെ നാദിറ. അവളുടെ നാത്തൂനായിരിക്കുമല്ലോടാ കൂടെ ഉള്ളത്? നീ അതൊന്നും നോക്കണ്ട, പോയി കാര്യം പറഞ്ഞേ. എടാ, വേറെ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടാ. മസനഗുടി വഴി ഊട്ടിക്ക് പോകാനൊന്നും അല്ലല്ലോ അമ്മയുടെ വന്നത്. എന്റെ ആ പഴഞ്ചൻ പ്രേമം പറയാനല്ലേ? പിള്ളേച്ചൻ ചെല്ലാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും പിള്ളേച്ചൻ നോണ പറഞ്ഞാണ്. ഓ, വൈറലായ ഡയലോഗ് മുഴുവൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണേ. എന്തെങ്കിലും ഒരു പണി വേണ്ടടാ. നേരം പോക്ക് വെക്കണ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ എടപ്പള്ളിയിൽ. വെള്ളം ഇറക്കി ഇരിക്കാണ്ട് പോയി പറട എന്റെ നാദികളോട്. ഏയ് ഞാൻ മരിച്ചതിന്റെ സങ്കടം കണ്ടടാ. പോയത് പോയില്ലേ, കരയണ്ട നാദിറ. കാത്തിരുന്നത് നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? എന്റെ റബ്ബേ, എന്നെ കൊല്ലാതിരിക്കാമായിരുന്നില്ലേ എന്റെ നാദിറക്ക് വേണ്ടിട്ട്. ഇത് പന്നിന്റെ കൂടെ എന്റെ പെങ്ങൂട്ടെ കഴിപ്പിക്കണത്. ഈ തെണ്ടീനെ പേടിച്ചിട്ടാണ് 13 വർഷം എന്റെ പ്രണയം പറയാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ കുത്തി വളർത്തും.
നാദരക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കത്തുകളാണ് എഴുതി വെച്ചതെന്നറിയാം. നാദിറ, നീ എന്ത് സുന്ദരിയ. കരൾ പങ്കുവയ്ക്കാനാവില്ല എൻ്റെ പ്രണയമേ. എല്ലാം കൂടി ചേർത്ത് മരണം കൊണ്ടുപോയി. വെറുമൊരു പ്രണയിനി മാത്രമായിരുന്നില്ല നീ, എനിക്കെൻ്റെ പ്രാണനായിരുന്നു നാദിറ. വഴി കഴിഞ്ഞ അടുത്ത കുറിച്ച് രക്ഷിക്കടാ ഉമ്മ. ഒന്ന് പോണോ? ചെൽസി ഒന്ന് വാ. മയ്യത്തായാലും മനുഷ്യന് മനസ്സമാധാനം തരത്തില്ലല്ലേടാ. എന്റെ ഉമ്മാന്റെ പുണ്യം കൊണ്ട് ഒരു കണക്കിന് മതിലാടി ഞാൻ രക്ഷപ്പെട്ട്. മതിലാടാൻ അല്ലെങ്കിൽ നീ എടുക്കണമെന്ന് എനിക്കറിയാല. ഒരുമാതിരി തകഴി തിരിച്ചല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവനെ തല്ലണോ? ഒരു കോപ്പം വേണ്ട, ഞാൻ സഹായിക്കടാ. എന്റെ പൊന്ന് ഷംസി, എനിക്കിനി ഓടാൻ വയ്യ. അപ്പൊ നിനക്കിനി എന്നെ കാണണ്ടല്ലേ? പിന്നെയും തുടങ്ങി സെന്റിമെന്റ്സ്. അതിന്റെയാണ് ഞാൻ ഈ കിടന്ന് ഓടണത് ശ്വാസം കിട്ടാതെ. എന്നാലും അവളോട് പറയാൻ പറ്റിയില്ല ഷംസിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത്. അവള് പറഞ്ഞത് മുഴുവൻ നീ കേട്ടതല്ലേ? അവൾ കരഞ്ഞത് നീ കണ്ടതല്ലേ? ഇത്രയൊക്കെ പോരേടാ ഷംസി. പോരടാ, നിന്റെ നാവ് കൊണ്ട് അവളുടെ അടുത്ത് പറയണം, എന്നാലും എന്റെ ആദ്യത്തെ ആഗ്രഹം പൂർത്തിയാവുള്ളൂ. ഓ, നിന്റെ ഒരു ആഗ്രഹം. ഒരു കാര്യം ചെയ്യ്, നരകത്തില് നിന്റെ അടുത്ത് എനിക്കും കൂടി ഒരു പായ് നിലങ്ങനെ സെറ്റ് ചെയ്യും. നിനക്ക് നല്ല ക്ഷീണമുണ്ടടാ. പിന്നെ കാണൂലേ, അമ്മാതിരി ഓട്ടോല്ലേ ഞാൻ ഓടിത്തള്ളിയത്. നീ അന്ന് ഇവിടെ കിടന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. എന്തോ പരിപാടി ഉണ്ടല്ലോ നിനക്ക്. ഒന്നുമില്ലടാ, അടുത്ത പണി വരുന്നുണ്ടാവറാച്ച. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഷാനു. हे प्रभु हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? कुछ नहीं हुआ, ഉറങ്ങടാ. എന്റെ 13 വർഷം പാഴാക്കിയത് നിന്നെ പേടിച്ചിട്ടാണ്. 13 വർഷം ശേഷം ഇന്ത്യയുടെ വന്നിരിക്കണേ എന്നെ ചെരക്കനാണ്. അതേടാ പന്നി, നീ എന്റെ ഷാനുവിനെ തല്ലുവല്ലടാ. ഇനി നിന്റെ ശല്യം ഉണ്ടാവരുത്. ഷാപ്പയൊന്ന് ഷോ നടത്തിയിട്ട് പോയെന്നറിഞ്ഞ്. എന്തൊരു 13 വർഷത്തെ ഇടവേള കഴിഞ്ഞ് വന്നില്ലായിരുന്നോ? ഇടവേല? പാതിരാത്രി ഒന്ന് ഭ്രാന്തരൊന്ന് ഇറങ്ങിപ്പോടാ. ഇറക്കാം എന്റെ പിള്ളേരെ ഇങ്ങനെ പൂളാൻ വേണ്ടി വന്നതാ. ഇക്കാട കഴിക്കെന്ത് പറ്റി? കഴിക്കെന്ത് പറ്റിയെന്നാ? നീ എന്താ ശബ്ദം മാറ്റി മിമിക്രി കാണിക്കുന്നതാ? ഇയാളെങ്ങനെ ഈ വീട് കണ്ടുപിടിച്ച്? നോക്കി നിൽക്കണ കേറി അടക്കണ. ഷംസി ഓരോ പഞ്ഞിക്കിട്ടണ. അല്ലോ ഷംസി ഒന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പിള്ളേർക്ക്
ജീവിതത്തിൽ അവൻ്റെ ഓരോരോ തീരുമാനങ്ങളെ